നാട്ടാനകൾ കുറഞ്ഞതോടെ തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാൻ മതിയായ ആനകളെ ലഭിക്കാനില്ല. ഫിറ്റ്നസ് പരിശോധന കഴിയുന്നതോടെ ലിസ്റ്റിലുള്ള ആനകളുടെ എണ്ണം കുറയുന്നതാണ് പ്രതിസന്ധി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ എത്തിക്കാൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാകുമെന്നാണ് ദേവസ്വങ്ങൾ പറയുന്നത്. പൂരത്തിന് ഇങ്ങനെ നിരന്നു നിൽക്കാൻ ലക്ഷണമൊത്ത 120 ആനകൾ വരെ വേണ്ടിടത്താണ് അതിന്റെ പകുതി പോലും ലഭ്യമാകാതെ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. തിരുവമ്പാടിക്കും പാറമേക്കാവിനും പകൽ പൂരത്തിന് 15 വീതം ലക്ഷണമൊത്ത ആനകൾ വേണം. രാത്രി പൂരത്തിനും പിറ്റേ ദിവസത്തെ പൂരത്തിനും ആനകളെ മാറ്റി എഴുന്നള്ളിക്കുകയാണ് പതിവ്. എന്നാൽ നാട്ടാനകൾ കുറഞ്ഞതോടെ എഴുന്നള്ളിച്ച ആനകളെ വീണ്ടും എഴുന്നള്ളിക്കേണ്ട സ്ഥിതിയായി. നമുക്ക് ആനകളില്ല പൂരത്തിന് എഴുന്നള്ളിക്കാനായിട്ട്. അത് ഗവൺമെന്റ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട വനം മന്ത്രിയായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ദേവസ്വത്തിന്റെ കൺസേൺസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വരുന്ന ആനകൾ ഇനി പുറത്തുനിന്നോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കാട്ടിലുള്ള ആനകളെ പിടിച്ച് ഇതാക്കി തരുന്നില്ലെങ്കിൽ തൃശ്ശൂർ പൂരം മാത്രമല്ല എല്ലാ ഉത്സവങ്ങളെയും അത് ബാധിക്കുന്ന രീതിയിലാണുള്ളത്. 8 ഘടകപൂരങ്ങൾക്കുമായി തിരുവമ്പാടിയും പാറമേക്കാവുമാണ് ആനകളെ നൽകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ എത്തിക്കാൻ വനംവകുപ്പ് അനുമതി നൽകിയില്ലെങ്കിൽ വരും വർഷങ്ങളിൽ ചടങ്ങിന് പോലും ആനയില്ലാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് ദേവസ്വങ്ങൾ വ്യക്തമാക്കുന്നത്. എന്താ വെച്ചാൽ ഈ ആനകളെ കൊടുത്തില്ലെങ്കിൽ നടത്താൻ പറ്റില്ല പൂരം. ഇനി കൂടുതൽ കൊണ്ടുവന്നില്ലെങ്കിൽ 5-6 കൊല്ലം കണ്ടില്ല ആന പൂരം തന്നെ നിന്ന് പോകും. കഴിഞ്ഞ കൊല്ലം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലം അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും ആ പ്രതിസന്ധി കൂടി വരും. പൂരത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വനംവകുപ്പ് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ദേവസ്വങ്ങളുടെയും പൂരപ്രേമികളുടെയും പ്രതീക്ഷ. ഫിറ്റ്നസ് അനുമതി ലഭിക്കുന്ന ആനകളെ മാത്രമേ പൂരത്തിന് എത്തിക്കാനാകൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ എത്തിക്കാനുള്ള NOC ലഭിച്ചില്ലെങ്കിൽ പൂരത്തെ അത് സാരമായി ബാധിക്കുമെന്നാണ് ഇരു ദേവസ്വങ്ങളും വ്യക്തമാക്കുന്നത്. സുമിത്തിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 തൃശൂർ.